നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂറിൻ്റെ കളർ ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒത്തിരി ആളുകൾ നമ്മളോട് ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ്. എൻ്റെ യൂറിൻ ഇന്ന കളറാണ്, എന്തൊക്കെയാണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എന്തൊക്കെ യൂറിൻ കളർ എന്തിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു, ഏതൊക്കെ രോഗാവസ്ഥയെ സൂചിപ്പിക്കുന്നു, നോർമൽ ആണോ എന്നൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കാം. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒക്കെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. ബ്ലാഡറൊക്കെ നിറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിലൊക്കെ മൂത്രത്തിൽ പതയൊക്കെ വരും. അപ്പം അതൊന്നും കണക്കാക്കേണ്ടതില്ല. അതുപോലെ നമ്മൾ ഉള്ളിലെ ആ ഒരു വെള്ളത്തിനുള്ളിലേക്കാണ് മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ അതും കളർ ഡൈല്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കണക്കിലെടുത്ത് വേണം ഈ ഒരു വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്ക് നോർമൽ കളർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു അംബർ കളറിലെ സ്ട്രോ കളർ എന്ന് പറയും. ഒരു ലൈറ്റ് യെല്ലോയോ ഒരു ക്രീമിഷ് കളറൊക്കെയാണ് നോർമൽ യൂറിൻ്റെ കളർ. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ കളറല്ല. അത് ചിലപ്പോൾ നന്നായിട്ട് യൂറിൻ ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പോഴാണ് കാണുന്നത്. പക്ഷേ നോർമലായിട്ടും ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. ഡാർക്ക് യെല്ലോ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് നമുക്ക് നോക്കാം. മെയിൻലി ഡീഹൈഡ്രേഷൻ ആണ് നമുക്ക് വരുന്നത്. വെള്ളം നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം സംഭവിച്ച് ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അതുവഴി ഡാർക്ക് ആയിട്ടുള്ള യൂറിൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഡാർക്ക് യെല്ലോ കളർ മെയിൻലി. റെഡ് കളർ ആയിട്ടുള്ള അല്ലെ ചുവന്ന നിറത്തിലുള്ള യൂറിൻ പോകുമ്പോൾ ബ്ലഡോ അല്ലെങ്കിൽ RBCയോ നമ്മുടെ യൂറിനിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ, പോസ്ട്രേറ്റിന്റെ ചില കണ്ടീഷൻസിൽ ബ്ലഡ് കൂടിയത് പോവും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാവും ബ്ലഡ്. കിഡ്നി സ്റ്റോൺ കാരണം ചെറുതായിട്ട് മുറിവ് സംഭവിച്ച് ബ്ലഡ് വരുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെയോ അല്ലെങ്കിൽ ബ്ലാഡറിലൊക്കെ ചില മുഴകളൊക്കെ വന്നാലോ ഒക്കെ അതിൻ്റെ കാര്യങ്ങളായിട്ട് ബ്ലഡ് യൂറിനിൽ പോകുന്നതാണ്. ഇനി പിങ്ക് കളറാണ് യൂറിൻ പോകുന്നതെങ്കിൽ മെയിൻലി പേടിക്കേണ്ട. ബീട്രൂട്ട് തലേദിവസം നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ബീറ്റ് യൂറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ ആ ബീട്രൂട്ടിൻ്റെ ആ ഡൈ അല്ലെങ്കിൽ കളറിൻ്റെ അംശം മൂത്രത്തിൽ കൂടെ പോവും. പിങ്ക് കളർ യൂറിൻ പിറ്റേ ദിവസം ചില ആൾക്കാർക്ക് പോവും. ബീട്രൂട്ട് കഴിച്ചതിൻ്റെ രാവിലെ കഴിച്ചാൽ ചിലപ്പോൾ വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കൊക്കെ കഴിച്ചാൽ പിറ്റേ ദിവസമോ കഴിക്കാം. ബീട്രൂട്ട് തോരനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കഴിക്കുമല്ലോ. അന്നേരം ഈ പറഞ്ഞ പോലെ പിങ്ക് കളർ യൂറിൻ പോയാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട. അതുപോലെ ബ്ലൂബെറീസ് കഴിക്കുമ്പോഴും ചില ആൾക്കാർക്ക് പിറ്റേ ദിവസം ലൈറ്റ് പിങ്ക് കളറിൽ യൂറിൻ പോവും. തീർച്ചയായിട്ടും പേടിക്കേണ്ട. ഇനി ഡാർക്ക് ബ്രൗൺ കളറിലുള്ള യൂറിനാണ് പോകുന്നതെങ്കിൽ അത് കിഡ്നി ഡിസീസിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടിയ മഞ്ഞപ്പിത്തത്തെയോ അല്ലെ കിഡ്നി ഫെയിലിയറിനെയോ ഒക്കെയാണ് അത് മെയിനായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ കീമോതെറാപ്പിയിലെ ചില മരുന്നുകൾ ഇത് പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂറിന്. അതുപോലെ തന്നെ കോഫി ബ്രൗൺ അല്ലെങ്കിൽ ഒരു കാപ്പിപ്പൊടിയുടെ കളറാണ് നമുക്ക് പോകുന്നതെങ്കിൽ കിഡ്നി ഫെയിലിയർ ആ കളറുള്ള യൂറിൻ നമുക്ക് പോകാറുണ്ട്. ബ്രൈറ്റ് യെല്ലോ ആയിട്ടുള്ള യൂറിൻ പോകുന്നത് മിക്കവാറും കരൾ രോഗങ്ങളിൽ ബ്രൈറ്റ് യെല്ലോ ആയിട്ടുള്ള യൂറിൻ പോകുന്നത് കാണാറുണ്ട്. ബ്ലൂ ഓർ ഗ്രീൻ കളർ, നീല പച്ച കളറുള്ള യൂറിൻ ഉണ്ടാവുമോ എന്ന് നിങ്ങളിപ്പോൾ അതിശയപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ പേടിച്ചൊക്കെ വരാറുണ്ട്. മെയിൻലി അത് ഫുഡ് കളർ കൊണ്ടാണ് വരുന്നത്. ചില ഈ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചില ചോക്ലേറ്റിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ചില ഫുഡ് കളർ മെത്തിലൈൻ ബ്ലൂ ഒക്കെ കാരണം മിക്കവാറും ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള യൂറിൻ പോകാറുണ്ട്. അതുകൊണ്ട് അതും പേടിക്കണം. പിന്നെ ചില റെയർ ടൈപ്പ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലും പോകാറുണ്ട്. അതിനായിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഫ്ലൂറസൻ്റ് ഒരു ഗ്രീൻ കളറിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ചില ആൻറ്റിബയോട്ടിക്കുകൾ, മൂത്രത്തെ പഴുപ്പിനുള്ളതൊക്കെ ചില ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലൂറസൻ്റ് കളർ പോകാറുണ്ട്. അത് ഡോക്ടർ നമ്മളോട് പറയും. കഴിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഡോക്ടേഴ്സ് അത് പറയേണ്ടതാണ്. അത് ഡോക്ടർമാരുടെ ഒരു കടമയാണ് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പേഷ്യൻസ് പാനിക് ആവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ക്ലൗഡി ഒരു ക്ലൗഡായിട്ട് അല്ലെങ്കിൽ കലങ്ങിയ രീതിയിലുള്ള യൂറിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗർഭിണികളിൽ കലങ്ങിയ രീതിയിൽ ഒരു ഗ്രേ കളർ പോലെയുള്ള യൂറിനാണ് പാസ് ചെയ്യുന്നത്. പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ BP പ്രഷർ പ്രഗ്നൻസിയിൽ കൂടുന്ന ഒരു മാരകമായ ഒരു അവസ്ഥയാണ്. വളരെ പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു അവസ്ഥയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂത്രത്തിലെ പത പ്രത്യേകം മിക്ക ആൾക്കാർക്കും പ്രശ്നമാണ്. പ്രോട്ടീൻ യൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലൊക്കെ മൂത്രത്തിൽ പത പോകാറുണ്ട്. അതായത് ആ പത ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നമ്മൾ വാച്ച് ചെയ്താൽ ശമിക്കാതെ ശരിക്കും നല്ല പതയായിട്ട് ടോയ്ലറ്റിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സ്ഫുള്ളായിട്ട് ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുമ്പോൾ യൂറിൻ വെള്ളത്തിലേക്ക് നമ്മൾ സ്പീഡിൽ പാസ് ചെയ്താലും പതയുണ്ട്. ആ പത പക്ഷെ പെട്ടെന്ന് സബ്സൈഡ് ചെയ്ത് പോകുന്നതാണ്. മെയിൻലി യൂറിൻ്റെ കളറിനെ കുറിച്ച് പറയാനുള്ള ഇത്രയാണ്. പിന്നെ ചില റെയർ കണ്ടീഷൻ ഉണ്ട്. എന്നാലും ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടറെ പെട്ടെന്ന് കാണുകയും ചെയ്യാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.